അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് മസായിലുൽ ഫിഖ്ഹ് 6ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠമാണ് നാം പരിശോധിക്കുന്നത്. അദ്ദർസു സാനി ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല. മുജ്തഹിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ സ്വഹാബികളല്ലേ? നാം അവരുടെ മദ്ഹബല്ലേ പിന്തുടരേണ്ടത്? സഫ്വാൻ ചോദിച്ചു. ഉസ്താദ്, സ്വഹാബികളുടെയും താബിഉകളുടെയും കാലത്ത് ധാരാളം മുജ്തഹിദുകൾ ഉണ്ടായിരുന്നു. അക്കാലത്ത് ജനങ്ങൾ അവരുടെ ദേശത്തെ മുജ്തഹിദുകളെ പിന്തുടർന്ന് ജീവിച്ചു. പക്ഷേ അവരുടെ മദ്ഹബുകൾ ക്രോഡീകൃതമായിരുന്നില്ല. അവരുടെ കാലഘട്ടങ്ങളിൽ രചനകൾ നടന്നിരുന്നില്ല. എന്നാൽ തബഉ താബിഈകളുടെ കാലമായപ്പോഴേക്കും കൂടുതൽ രചനകളുണ്ടായി. മദ്ഹബുകൾ ക്രോഡീകൃതമാകാൻ തുടങ്ങി. ക്രോഡീകൃതമായ മദ്ഹബുകൾ കൂടുതൽ പ്രചാരം നേടുകയും പ്രശസ്തമാവുകയും ചെയ്തു. രചനകളില്ലാത്തവ കാലക്രമേണ പ്രചാരം കുറഞ്ഞ് ഇല്ലാതായി. അങ്ങനെ മദ്ഹബുകൾ 4ൽ ചുരുങ്ങി. ഇബാദത്ത് ആരാധനാപരം, മുആമലാത്ത് വ്യവഹാരികം, മുനാക്കഹാത്ത് വൈവാഹികം, ജിനായാത്ത് ശിക്ഷാവിധികൾ എന്നിങ്ങനെ പ്രത്യേക പാർട്ടുകളായാണ് അത് ക്രോഡീകരിക്കപ്പെട്ടത്. 4ൽ ഒരു മദ്ഹബ് തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. മദ്ഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ് തഖ്ലീദ്. ഹിജ്റ 3 നൂറ്റാണ്ടിനു ശേഷമുള്ളവരെല്ലാം 4ൽ ഒരു മദ്ഹബ് തഖ്ലീദ് ചെയ്ത് ജീവിച്ചവരാണ്. 4ൽ ഒരു മദ്ഹബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിങ്ങൾ നന്മയായി കാണുന്നത് അല്ലാഹു തആലയുടെ പക്കൽ നന്മയാണ്. മുസ്ലിങ്ങൾ മോശമായി കാണുന്നത് അല്ലാഹു തആലയുടെ അടുക്കൽ മോശമായിരിക്കും. മദ്ഹബിലെ വൈവിധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സമുദായത്തിൽ വിവിധ മദ്ഹബുകളുണ്ടെന്നത് ഒരു വലിയ അനുഗ്രഹവും ശ്രേഷ്ഠതയുമാണ്. അതിൻ്റെ പിന്നിലെ രഹസ്യം വിവരമുള്ളവർക്ക് മനസ്സിലാക്കാനാകും, വിഡ്ഢികൾക്ക് മനസ്സിലാക്കാനാവില്ല. അഭിപ്രായാന്തരങ്ങൾ ഈ സമുദായത്തിൻ്റെ സവിശേഷ സിദ്ധിയാണ്. അതുവഴി ശരീഅത്തിൽ വിശാലത ലഭിച്ചിരിക്കുന്നു. നാം ഷാഫിഈ മദ്ഹബ് പിന്തുടർന്ന് ജീവിക്കുന്നു. മഹാനായ അൽ ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇജ്തിഹാദുകളുടെ ക്രോഡീകൃത രൂപമാണത്. അൽ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു, അൽ ഇമാമു റാഫിഈ റളിയല്ലാഹു അൻഹു, അൽ ഇമാമു നവവി റളിയല്ലാഹു അൻഹു, അൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അൽ ഇമാം അഷ്ശൈഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂമി റളിയല്ലാഹു അൻഹു എന്നിവർ ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതരിൽ ചിലരാണ്. മിൻഹാജുത് ത്വാലിബീൻ, ശറഹുൽ മുഹദ്ദബ്, തുഹ്ഫത്തുൽ മുഹ്താജ്, ഫത്ഹുൽ മുഈൻ എന്നിവ ഷാഫിഈ മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളിൽ ചിലതാണ്. രക്തദാനം, അവയവദാനം, ക്ലോണിംഗ് പോലെയുള്ള പുതിയ വിഷയങ്ങളുടെ വിധികൾ മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ? ആതിഫ് ചോദിച്ചു. ഉസ്താദ്, ഉണ്ട്. നമ്മുടെ ഇമാമുകൾ ആരിഫുകളും വളരെ ദീർഘദൃഷ്ടിയുള്ളവരും ഇജ്തിഹാദിൽ അഗ്രഗണ്യന്മാരുമായിരുന്നു. അവർ എല്ലാ വിധികളും ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമായോ വ്യംഗ്യമായോ അവർ അത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ദഫ്തർ നോക്കാം. അദ്ദർസു സാനി ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല. നുക്കമ്മിൽ പൂരിപ്പിക്കുക. 4ൽ ഒരു മദ്ഹബ് ഡാഷ് നിർബന്ധമാണ്. ഉത്തരം തഖ്ലീദ്. 2 മദ്ഹബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും ഡാഷും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പിഴപ്പിക്കുന്നവരുമാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായം ഡാഷിൽ ഏകോപിക്കുകയില്ല. ഉത്തരം വഴികേടിൽ. 4 മദ്ഹബിലെ ഡാഷ് ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. ഉത്തരം വൈവിധ്യം. ഇനി ഉത്തരം പറയുക. നുജീബ്. എന്താണ് തഖ്ലീദ്? മദ്ഹബ് നിഷ്കർഷിക്കുന്ന ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യൽ. 2 മദ്ഹബുകളെക്കുറിച്ച് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? ഉത്തരം, ഈ സമുദായത്തിൽ വിവിധ മദ്ഹബുകളുണ്ടെന്നത് ഒരു വലിയ അനുഗ്രഹവും ശ്രേഷ്ഠതയുമാണ്. 3 എന്താണ് ഷാഫിഈ മദ്ഹബ്? മഹാനായ അൽ ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇജ്തിഹാദുകളുടെ ക്രോഡീകൃത രൂപമാണത്.
നാലാമത്തെ ചോദ്യം, ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതരിൽ 4 ആളുകളുടെ പേരെഴുതുക. ഉത്തരം: അൽ ഇമാമുൽ ഗസാലി, അർ റാഫിഈ, അൻ-നവവി, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹും. ഇനി ഇവിടെ തഖ്സീസ് കാണാം. മദ്ഹബ് എന്ന വിഷയത്തെക്കുറിച്ച് ലേഖനം തയ്യാറാക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി അത് സമർപ്പിക്കുക. ഉസ്താദിൻ്റെ അടുക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.